ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മാർത്ഥമായി സഹായിച്ചിട്ടും ഒടുവിൽ നമ്മെ തള്ളിപ്പറയുകയും വഞ്ചിക്കുകയും ചെയ്ത ആളുകളെ ഓർത്ത് നമ്മൾ ഒരുപാട് സങ്കടപ്പെടാറില്ലേ? നന്മ ചെയ്തിട്ടും തിരികെ തിന്മ മാത്രം അനുഭവിക്കുമ്പോൾ ഇനി ആരെയും സഹായിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പല പ്രാവശ്യം കഠിനമാക്കാറില്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ സമാധാനം ഇരിക്കേണ്ടത്. മറിച്ച് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്തുകൊണ്ട് എങ്ങനെ മാനസികമായി അതീവ ശക്തരായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും എന്ന് പഠിപ്പിക്കുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 6:35 വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളോ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുവിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. കൊടുത്ത് തിരികെ കിട്ടാൻ വേണ്ടി ജീവിക്കുന്ന ചെറിയ ചിന്താഗതികളിൽ നിന്നും മാറി പ്രപഞ്ചത്തിന്റെ വലിയൊരു സമൃദ്ധിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വചനമാണിത്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടും വലിയ ജനക്കൂട്ടത്തോടും സംസാരിക്കുന്ന സമതല പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കൊടുത്താൽ മാത്രം തിരികെ നൽകുന്ന, ഉപകാരം ചെയ്തവർക്ക് മാത്രം തിരിച്ചു ഉപകാരം ചെയ്യുന്ന ഒരു സ്വാർത്ഥ ലോകത്തോടാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത്. യേശു അവരുടെ ആ ചെറിയ ചിന്താഗതിയെ പൂർണ്ണമായി തിരുത്തിക്കൊണ്ട് പറയുകയാണ്: നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ അതിലെന്ത് വലിയ കാര്യമാണ്. ഒരു പുതിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ശത്രുക്കളെ പോലും സ്നേഹിക്കാനും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാനും നമ്മൾ തയ്യാറാകണം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ നന്മകൾ ഒരിക്കലും മറ്റുള്ളവരുടെ നന്ദിയെ ആശ്രയിച്ചാകരുത്. യേശു പറയുന്നു, ശത്രുക്കളെ പോലും സ്നേഹിക്കും. ഇത് എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകം പലപ്പോഴും പഠിപ്പിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക. എന്നാൽ ദൈവിക സ്നേഹം വികാരങ്ങളിൽ മാത്രം അധിഷ്ഠിതമല്ല, അത് ഒരു തീരുമാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഒരു തീരുമാനമാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാതെ നന്മ തിരഞ്ഞെടുക്കുന്നതാണ് ക്രിസ്തീയ സ്നേഹം. യേശു വീണ്ടും പറയുന്നു, ഒന്നും പ്രത്യാശിക്കാതെ തിരിച്ചൊന്നും പ്രത്യാശിക്കാതെ നന്മ ചെയ്യുവിൻ. മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നാം നന്മ ചെയ്യേണ്ടത്. ഇതിന്റെ അർത്ഥം നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അവർ തിരികെ വന്ന് നന്ദി പറയുമോ, നമ്മെ പുകഴ്ത്തുമോ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ മാതൃക. ഒരു ചെറിയ സഹായം, ഒരു പ്രോത്സാഹന വാക്ക്, ഒരു ക്ഷമിക്കൽ, ഒരു പുഞ്ചിരി, ഇവ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. എപ്പോൾ നമ്മൾ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നുവോ അപ്പോൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം അവരുടെ കൈകളിലായി മാറും. അവർ നന്ദികേട് കാണിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുമ്പോൾ നന്ദി കെട്ട മനുഷ്യർക്ക് നമ്മുടെ സമാധാനത്തെ തറക്കാൻ കഴിയുകയില്ല. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവികമായ സമൃദ്ധിയിൽ നിന്നാണ്. വചനം തുടരുന്നു, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. മനുഷ്യരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് നിർത്തുക. നമുക്ക് തരാനുള്ളത് സ്വർഗം തന്നിരിക്കും. നാം ചെയ്യുന്ന നന്മകൾക്ക് മനുഷ്യർ എല്ലായ്പ്പോഴും നന്ദി പറയണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ സ്നേഹം തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ദൈവം ഒന്നും മറക്കുകയില്ല. ഓരോ സൽപ്രവൃത്തിയും, ഓരോ ത്യാഗവും, ഓരോ ക്ഷമയും ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മനുഷ്യരുടെ പ്രശംസയ്ക്കല്ല, ദൈവത്തിന്റെ പ്രസാദത്തിനായി നമുക്ക് ജീവിക്കാം. ഈ വചനത്തിന്റെ അവസാന ഭാഗം അതിമനോഹരമാണ്. യേശു പറയുന്നു, അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും കരുണയുള്ളവനാകുന്നു. ദൈവം സൂര്യനെ നല്ലവർക്കും ചീത്തവർക്കും ഒരുപോലെ ഉദിപ്പിക്കുന്നു. മഴ നീതിമാന്മാർക്കും നീതി കെട്ടവർക്കും ഒരുപോലെ പെയ്യിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മക്കളായ നാമം കരുണയുള്ളവരാകണം. കരുണ ദുർബലതയല്ല, അത് ആത്മീക ശക്തിയുടെ അടയാളമാണ്. അവന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും തളർത്താൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് ഇനി ആരുടെയും നന്ദികേടുകളെ ഓർത്ത് നാം വിഷമിക്കരുത്. അത്യുന്നതന്റെ മക്കളായി തലയുയർത്തി ജീവിക്കുക. നമ്മുടെ പ്രതിഫലം വലുതാണ്. ഇന്ന് നമുക്കൊന്ന് സ്വയം ചോദിക്കുക, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ? പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ?
എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് യേശുക്രിസ്തുവിന്റെ മാതൃക പിന്തുടരാം, സ്നേഹിക്കാം, ക്ഷമിക്കാം, നന്മ ചെയ്യാം. കാരണം അതാണ് ദൈവമക്കളുടെ യഥാർത്ഥ അടയാളം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ സ്നേഹത്താലും കരുണയാലും നിറയ്ക്കട്ടെ. ആമേൻ.